ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന യദോത്തമോത്തമശ്ലോക നാരായണ നമോസ്തുതേ. നമ്മൾ ജഗന്നാഥ ഭഗവാന്റെ അതിമനോഹരമായ ലീലകളാണ് നമ്മളിപ്പോൾ വർണ്ണിക്കാനായിട്ട് പോകുന്നത്. കാരണം ലോകത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന വിധത്തിലാണ് ഭഗവാന്റെ അതിമനോഹരമായ ലീലകൾ എന്നാണ്. അവിടുന്ന് പല വിധത്തിൽ സാധാരണ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠയ്ക്ക് ഇളക്കം തട്ടാറില്ല. അതിനുവേണ്ടി ഉത്സവമൂർത്തി ഉണ്ടാവുക, അതാണ് ഉത്സവമൂർത്തിയെ കൂടി വയ്ക്കുക, അതാണ് പതിവ്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്കൊക്കെ ഭഗവാനെ എഴുന്നള്ളിക്കേണ്ട സമയം വരുന്ന സമയത്ത് ഉത്സവമൂർത്തിയെ തിടമ്പ് എഴുന്നള്ളിക്കുക എന്നാണ് പതിവ്. എന്നാൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ അതിനെ തന്നെ എഴുന്നള്ളിക്കുന്ന ആ ഒരു സമ്പ്രദായം നമ്മൾക്ക് ഈ ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിൽ, പുരി ജഗന്നാഥിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഭഗവാനെ കാണാനായിട്ട് വരുന്നവർക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് എന്നാണ്. ഇപ്പോൾ ഇതായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് വരാനായിട്ട് പാടില്ല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഭഗവാനെ കാണാൻ അനേകം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആ പരിസരത്തുള്ള പശു പക്ഷി മൃഗാദികൾക്ക് മുഴുവൻ അനുഗ്രഹം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ഭഗവാൻ രഥത്തിൽ എഴുന്നള്ളുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. രഥത്തിൽ ഭഗവാൻ എഴുന്നള്ളുന്ന സമയത്ത് ആരൊക്കെ ഭഗവാനെ കാണുന്നോ അവരെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ രഥയാത്രയായിട്ട് എഴുന്നള്ളുന്നത് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അനേകം ലീലകൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഭഗവാൻ തന്നെ എഴുന്നള്ളുക എന്നത്, ഭഗവാൻ തന്നെ പ്രതിഷ്ഠ തന്നെ അനുഗ്രഹിക്കാനായിട്ട്. ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ കൂടെ സുഭദ്രാദേവി, ബലരാമസ്വാമി എല്ലാവരും 3 പേരും ഒന്നിച്ചാണ് എഴുന്നള്ളുന്നത്. ഇങ്ങനെ സഹോദരങ്ങളുടെ സുഭദ്രയും ഭഗവാനും ബലരാമനും ഒന്നിച്ചു വരുന്ന പ്രതിഷ്ഠകൾ ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കില്ല എന്നാണ്. അങ്ങനെയല്ല, അവിടുത്തെ രഥയാത്ര വളരെ വിശേഷപ്പെട്ടതാണ്. ഭഗവാൻ ആരുടെ സേവയും സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭഗവാന് അങ്ങനെ ജാതി, മതം, പിന്നെ ലിംഗ, വർണ്ണ, ആശ്രമ ഒന്നും ഭേദഭാവനയില്ലാത്ത ഈശ്വരനാണ് ജഗന്നാഥൻ എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. പിന്നെ ഭഗവാന്റെ അലങ്കരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ചെവി എപ്പോഴും മൂടിയിട്ടാണ് അലങ്കരിക്കുക. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ആരെന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഇപ്പോൾ ഭഗവാൻ ആരെങ്കിലും അനുഗ്രഹിക്കാനായിട്ട് അവിടുന്ന് എഴുന്നേൽക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ബലരാമനുണ്ട്, സുഭദ്രയുണ്ട്. 2 പേരും പറയും ആ ആൾക്ക് ഒരുപാട് ദുർഗുണങ്ങളുണ്ട്, കൃഷ്ണ പോവരുത് എന്ന് പറയും. അപ്പോൾ അത് കേൾക്കാതെ എഴുന്നേറ്റ് ഓടിപ്പോവാൻ വേണ്ടിയിട്ടാണ്, കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെവി മൂടിയിട്ടാണ് ഭഗവാനെ അലങ്കരിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ ഒരിക്കൽ ഒരു മുസൽമാനായിട്ടുള്ള ആൾക്ക് ഒരാഗ്രഹം തോന്നി, ഭഗവാൻ എന്തെങ്കിലും നിവേദ്യം സമർപ്പിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് അത് ഒരു ഗോതമ്പ് കൊണ്ടുള്ള അതുകൊണ്ടുണ്ടാക്കുന്ന എണ്ണയിലുണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് ഭഗവാന് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇത് ധാരാളമായിട്ടുണ്ടാക്കി. എന്നിട്ട് ഭഗവാന് കൊടുക്കാനായിട്ട് വരാൻ പുറപ്പെട്ട സമയത്ത് അവിടുത്തെ പുരോഹിതന്മാർ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. അദ്ദേഹത്തിന് എത്രയോ തവണ അദ്ദേഹത്തിനെ ആട്ടി ഓടിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ പലഹാരങ്ങളെല്ലാം അവിടെ വെച്ചിട്ട്
അദ്ദേഹം ഞാൻ ഇങ്ങനെ ഭഗവാനെ തരണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ അവിടത്തേക്ക് എനിക്ക് തരാൻ സാധിച്ചില്ലല്ലോ. അദ്ദേഹം ഇരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങി. വലിയൊരു കട, പലഹാരങ്ങളുടെ കട നടത്തുന്ന ആളാണ്, മുസൽമാനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പം ഭഗവാന് ഈ ഒരു ആളുടെ സങ്കടം ഭഗവാന് സഹിക്കാൻ സാധിച്ചില്ല. ഭഗവാൻ ആ ക്ഷേത്രത്തിൽ നിന്നും പെട്ടെന്ന് ഒരു 11 മണി കഴിഞ്ഞാൽ അവിടുന്ന് ആ ക്ഷേത്രത്തിൻ്റെ പിന്നിലൊരു കറുത്ത നായ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഈ നായ നേരെ ഈ മുസൽമാൻ്റെ കടയുടെ മുമ്പിലാണ് ചെല്ലുക. അവിടെ ചെന്നിട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ അദ്ദേഹം വിചാരിക്കണു, മുസ്ലിം ഭക്തന് വിചാരിക്കണു, എന്തായാലും ഭഗവാനത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നായ വന്നിട്ട് കഴിക്കട്ടെ ഇത് എന്ന് വിചാരിക്കണം. അപ്പോൾ ഖാ എന്ന് പറഞ്ഞാൽ കഴിച്ചോളാൻ, കഴിച്ചിട്ട് പോയിക്കോ എന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് പോയിക്കോ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ നായ ഒരു ദിവസം വന്നു, പിറ്റേ ദിവസം വന്നു, അങ്ങനെ ദിവസങ്ങളോളം ഈ നായ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പണ്ഡിറ്റ്ജിക്ക് ഒരു സംശയം തോന്നി. എന്നാൽ എല്ലാ ദിവസവും 11 മണിയായി കഴിഞ്ഞാൽ ഒരു കറുത്ത നായ ശ്രീകോവിലിൻ്റെ പിന്നിൽ പ്രത്യക്ഷപ്പെടും, ക്ഷേത്രത്തിൻ്റെ പിന്നിൽ. എന്നിട്ടത് നേരെ ഒരേ സ്ഥലത്തേക്ക് തന്നെ ഓടുന്നത്. അത് കണ്ട് ഇനി പണ്ഡിറ്റ്ജി വിചാരിച്ചു എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. എന്നിട്ടാണ് പണ്ഡിറ്റ്ജി ഒളിഞ്ഞു നിന്നു എന്താണ് സംഭവിക്കേണ്ടതെന്ന്. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ജഗന്നാഥൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്, പെട്ടെന്ന് വേഷം മാറിയിട്ട് ഒരു നായയായിട്ട് മാറുന്നത്, എന്നിട്ട് ഈ കച്ചവടക്കാരൻ്റെ ഗൃഹത്തിലേക്ക് ഓടുന്നത്, അവിടെ ചെന്നിട്ട് അവിടെ അങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹത്തിന് പട്ടിയോട് ഒരു വല്ലാതെ പ്രത്യേകത തോന്നിയതാണ്. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ഇത് ഉണ്ടാക്കും, കൂടുതലുണ്ടാക്കും. എന്നിട്ട് ഈ നായയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കും. എന്നിട്ട് അത് മുഴുവൻ കഴിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മനസ്സിലായി ജഗന്നാഥനാണ് തൻ്റെ ഭക്തനോടുള്ള ആ ഒരു എന്തെന്നില്ലാത്ത സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട് ഇങ്ങനെ രൂപം സ്വീകരിച്ചത് എന്ന് അവിടുത്തെ പണ്ഡിറ്റ്ജിക്ക് മനസ്സിലായി. അതിന് ശേഷം പണ്ഡിറ്റ്ജി പറഞ്ഞു, ഇവിടെ ഭഗവാന് ഛപ്പൻ ഭോഗ് ഉണ്ടാക്കുന്ന സമയത്ത്, ഛപ്പൻ എന്ന് പറഞ്ഞാൽ 56 തരം ഐറ്റംസിനാണ് ഛപ്പൻ എന്ന് പറയുക. അങ്ങനെയുള്ള ആ ഭോഗ് ഭഗവാന് 7 തവണയാണ് ഒരു ദിവസം ഭഗവാന് നിവേദ്യം സമർപ്പിക്കാറുള്ളത് എന്നാണ്. ആ കൂട്ടത്തിൽ ആ ഖാജ എന്നുള്ള ഒരു പലഹാരം അതും കൂടി ഭഗവാൻ സമർപ്പിക്കും. കാരണം എന്താണ്, ഈ ഖാജ, അതിൻ്റെ പേര് തന്നെ ഖാജ എന്നാണ്. ഇപ്പം നമ്മളവിടെ ജഗന്നാഥപുരിയിൽ ക്ഷേത്ര ദർശനത്തിന് പോയിട്ട് അവിടുന്ന് ഇതിന് നമുക്ക് റെസിപ്റ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ പ്രസാദത്തിൻ്റെ കിറ്റ് നമ്മൾ കിട്ടുന്ന സമയത്ത് അതിൽ ഈ ഖാജ എന്നത് പ്രത്യേക തരത്തിലുള്ള ഐറ്റമാണ് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ കഥകൾ വളരെ രസകരമാണ്, ജഗന്നാഥൻ്റെ അനുഗ്രഹത്തിൻ്റെ കഥകൾ എന്നാണ്. പിന്നെ ഭഗവാന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ഒരാളും വരരുത് എന്നാണ്. ഭഗവാനെപ്പോലെയോ ആരും പ്രപഞ്ചത്തിലില്ല. അപ്പോൾ ഭഗവാനോടൊരു ശരണാഗതി ഉള്ളവർക്ക് മാത്രമേ ഭഗവാൻ അനുഗ്രഹങ്ങൾ കൊടുക്കുള്ളൂ എന്നത് ഭഗവാന്റെ പ്രത്യേകതയാണ് എന്നാണ്. ഒരു കഥയും കൂടി നമ്മൾക്ക് അനുസ്മരിക്കാം. ഒരു ദിവസം ആന്ധ്രയിൽ നിന്നും വരുന്ന ഒരു കോടീശ്വരനായിട്ടുള്ള ആൾ, അദ്ദേഹം ഈ ഭഗവാന്റെ മുമ്പിൽ വന്നു. അത് 500 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ സംഭവം എന്നാണ്. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, അവിടുത്തെ അധികാരികളുടെ കയ്യിൽ 1,00,000 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ സംഭവമാണെന്ന് ഗുരുനാഥന്മാർ പറയാറുണ്ട്. 1,00,000 രൂപ അവിടുത്തെ അധികൃതരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഒരൊറ്റ നേരത്തേക്കുള്ള പ്രസാദങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി നിവേദിക്കും. കാരണം 1,00,000 രൂപയ്ക്ക് അതുകൊണ്ട് എന്തെല്ലാം പ്രസാദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഈ പ്രസാദങ്ങൾ 1,00,000 രൂപയുടെ പ്രസാദം ഉണ്ടാക്കി ഭഗവാൻ നിവേദിക്കണം എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് അവിടുത്തെ പണ്ഡിറ്റ്ജിമാർക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് 1,00,000 രൂപയുടെ പ്രസാദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? അവരാകെ വിഷമത്തിലായി. ഒരൊറ്റ നേരത്തെ പ്രസാദത്തിലാണ് തന്നത് എന്നും ആ കോടീശ്വരൻ പറയണു. അന്ന് ജഗന്നാഥനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം തരണേ കാണിച്ചു തരണേ എന്ന് അവിടെ ഉള്ളവർ. അപ്പോൾ അന്ന് രാത്രി ജഗന്നാഥൻ ദർശനം കൊടുത്തു. ജഗന്നാഥൻ പറയുന്നു, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് ഒരു വെറ്റില, ആ വെറ്റിലയിൽ
അതായത് ഈ ആന ഉണ്ടല്ലോ, നല്ല ലക്ഷണം പത്ത ആന. ആ ആനകളുടെ മസ്തകത്തിൻ്റെ ഉള്ളിൽ വിശേഷപ്പെട്ട രത്നം ഉണ്ടാവും. ആ രത്നം ഇങ്ങനെ പൊടി പൊടിയാക്കിയിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ ഇല ഇതിൽ വെച്ചിട്ട് ഒരു വെറ്റിലയിൽ വെച്ചിട്ട് എനിക്ക് നിവേദിച്ചാൽ മതി എന്ന് പറയാണ്. എളുപ്പമാണോ ഈ കാര്യം? അതായത് ഈ ആനയുടെ ഒരു ആനയുടെ മസ്തകത്തിൽ രത്നം ഉണ്ടോയെന്ന് എങ്ങനെ തിരിച്ചറിയാം? എത്ര ആനകളെ കൊല്ലണം അതിന്? കുവലയാപീഠത്തിനെ വധിച്ച സമയത്ത് ഭാഗവതത്തിലുണ്ടത്, നാരായണീയത്തിലും കാണാം. കുവലയാപീഠത്തിനെ വധിച്ച സമയത്ത് കുവലയാപീഠത്തിൻ്റെ മസ്തകത്തിൻ്റെ ഉള്ളിൽ വിശേഷപ്പെട്ട രത്നം ഉണ്ടായിരുന്നു. ആ രത്നം അതെടുത്തുകൊണ്ട് ഭഗവാൻ സീതാമാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, രാധികായ ദിശേതി, ഇതിന് ഈ രത്നം കൊണ്ടൊരാഭരണം ഉണ്ടാക്കിയിട്ട് എൻ്റെ രാധയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ കൊടുത്തായിട്ടുള്ള ചരിത്രം ഗർഗസംഹിതയിലുണ്ട്. അതേപോലെ നാരായണീയത്തിലുണ്ട്. പല ആചാര്യന്മാരും പല പുരാണങ്ങളിലും ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ലക്ഷണമൊത്ത ആനകളുടെ മസ്തകത്തിൽ മാത്രമാണ് ഈ രത്നം ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനെ രത്നം ഉണ്ടോയെന്ന് നോക്കാൻ എത്ര ആനകളെ കൊല്ലണം? ഇത്രയും ആനകളെ കൊന്നാലും രത്നം ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? ചുരുക്കത്തിൽ ആ കോടീശ്വരനായിട്ടുള്ള ആളുടെ അഹങ്കാരമൊക്കെ എവിടെയോ പോയി മറിഞ്ഞു. കാരണം ഇത് രത്നം എടുത്ത് അതുകൊണ്ടൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു വെറ്റിലയിൽ വെച്ചിട്ട് ഭഗവാന് കൊടുക്കാനാണ് അവിടുത്തെ പണ്ഡിറ്റ് ഭഗവാൻ നിർദ്ദേശപ്രകാരം അറിയിച്ചതാണ്. അവസാനം ഇദ്ദേഹം ഈ കോടീശ്വരനായിട്ടുള്ള ആൾ ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി പ്രാപിച്ച് വീണ് ജഗന്നാഥനാണ്. പ്രപഞ്ചകോടികളെ മുഴുവൻ തൻ്റെ ആ ഒരു പെരുകക്കൊടിയുടെ ചലനം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാൻ കഴിവുള്ള ആ ഭഗവാനോടാണ് 1,00,000 രൂപയുടെ കാര്യം അഹങ്കാരത്തോടു കൂടി ഇദ്ദേഹം വന്ന് പറഞ്ഞത്. അപ്പം ഭഗവാന്റെ മുമ്പിൽ അഹങ്കാരത്തിന് യാതൊരു സ്ഥാനമില്ല എന്നാണ് പറഞ്ഞത്. അഹങ്കാരം എവിടെ ഉണ്ടോ ഭഗവാൻ അടിച്ചൊടിച്ച് കളയും. ആ കോടീശ്വരൻ അവസാനം ശരണാഗതി പ്രാപിച്ചു ഭഗവാന്റെ മുമ്പിൽ. അദ്ദേഹം ഭഗവാന്റെ മഹാഭക്തനായിട്ട് മാറി. ആരെയും ഭക്തനാക്കി തീർക്കാൻ, ശരണാഗതി തൻ്റെ കാൽക്കൽ നമസ്കരിപ്പിക്കാൻ ഈ ഭഗവാന് എന്തൊന്നില്ലാത്ത കഴിവുണ്ട് എന്നാണ്. ശ്രീ ഗുരുവായൂരപ്പനും അങ്ങനെ തന്നെയാണ്. അഹങ്കാരത്തോടു കൂടി ആര് വന്നാലും ഭഗവാന് സഹിക്കില്ല. ഇങ്ങനെ ഗുരുനാഥന്മാർ പറയാറുണ്ട്. അതായത് നരസിംഹമൂർത്തിയുടെ വായിൽ കൈയിട്ടാലേ കടിക്കില്ല. കാരണം എന്താ? അവിടുന്ന് അഭിനയിക്കുക ചെയ്യണത്. പക്ഷേ വെണ്ണയ്ക്ക് വേണ്ടി വായ പൊളിച്ച് നിൽക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ്റെ ഭഗവാന്റെ വായിൽ കൈയിട്ടാലേ എപ്പോഴാ കടി വീഴുക എന്നുള്ളത് അറിയില്ല. കടി വീഴുക എന്ന് മാത്രമല്ല, കടിച്ചു കൊടയും ഭഗവാൻ അഹങ്കാരികളായിട്ടുള്ളവരെ. പല പല ചരിത്രങ്ങളും നമ്മൾക്ക് ഇപ്പോൾ അടുത്തിടയിൽ തന്നെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ അഹങ്കാരം ഇല്ലാതെ ഭഗവാന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാന് ഇന്ന ആൾ എന്നുള്ളതില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ജഗന്നാഥൻ്റെ കരുണയ്ക്ക് യാതൊരു കുറവുണ്ടാവില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം സംഭവിച്ച കഥകളാണ് നമ്മളിവിടെ പറയുന്നത്. ഭഗവാൻ ജഗന്നാഥൻ അനുഗ്രഹിക്കട്ടെ, ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗത്തായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.